ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അഭിവന്ദ്യ ദിവാന്യാസ്യോസ് തിരുമേനി, അഭിവന്ദ്യ ഐറേണിയസ് തിരുമേനി, മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരെ, സന്യാസിനിമാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സ്ഥാപനത്തിലേക്ക് എത്തുവാനിടയായത്. വളരെ പ്രസിദ്ധമായ നിലയിൽ സന്യാസ ജീവിതത്തെ കൊണ്ടുപോയ അഭിവന്ദ്യനായ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സമാധിയിലെത്തുക. ജീവിതം ആരുടേതായാലും അതൊരു തീർത്ഥാടനമാണ്. തീർത്ഥസ്ഥാനങ്ങളെ പറയുമ്പോൾ ഭാരതീയ ചിന്ത സമാധികളെയൊക്കെ തീർത്ഥസ്ഥാനങ്ങളായി പറയാറുണ്ട്. ജീവിതത്തിൻ്റെ തീർത്ഥാടനം മഹാപുരുഷന്മാരുടെ സമാധികളിലൂടെ സഞ്ചരിച്ച് അവരുടെ ഭാഗധേയങ്ങളെ അറിഞ്ഞ് തങ്ങളുടെ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെ കളയുവാൻ ശ്രമിച്ചിട്ടുള്ളവർ. ലൗകിക സമ്പന്നരെല്ലാം തന്നെ ആത്മദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അത് തിരിച്ചറിയുമ്പോഴാണ് ഒരുവൻ ഭാഗ്യവാനായിത്തീരുന്നത്. ആത്മാവിലുള്ള ദാരിദ്ര്യം തിരിച്ചറിയുകയും ആ ഒരു നിമിഷം തൻ്റെ സമ്പാദ്യങ്ങളൊക്കെ നിസ്സാരമാണ്, അവയൊന്നും താൻ കൊണ്ടുപോകുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരു വഴിത്തിരിവുണ്ടാവും. അത്തരം വഴിത്തിരിവിന് മാനവനെ പലപ്പോഴും സഹായിക്കുന്നത് മുമ്പേ സഞ്ചരിച്ച മഹാപുരുഷന്മാരാണ്. ആ ഒരു നിലയിൽ ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ ആ മഹാപുരുഷന്മാർ ചെയ്തതിനേക്കാൾ കൂടുതൽ മാർഗദർശനം ചെയ്യുന്നത് അവരുടെ സമാധിക്ക് ശേഷവുമായിരിക്കും. അങ്ങനൊരു അന്തരീക്ഷത്തിൽ വരിക, അവിടെ സന്യാസ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളോടൊപ്പം അല്പനേരം ചെലവഴിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തങ്ങളിലൊന്നായി ഞാനിത് കാണുകയാണ്. ഞാൻ പിതാവിനോട് ചോദിക്കുകയുണ്ടായി, എന്തായിരിക്കും വിഷയമായി പറയേണ്ടത്? സ്വാമിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളാനാണ്. അതുകൊണ്ട് പിന്നെ വിഷമമൊന്നും ഉണ്ടായില്ല. കാരണം പഠിക്കുന്ന കാലത്തും ഈ ജനറൽ എസ്സേയൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണമേ പഠിച്ചുകൊണ്ട് പോകും. പരീക്ഷയ്ക്ക് വരുന്നത് അതായിക്കൊള്ളണമെന്നില്ല. പഠിച്ചുകൊണ്ട് പോയത് പശുവിനെ കുറിച്ചാണ്. അവിടെ
അവിടെ ചെല്ലുമ്പോൾ തെങ്ങിനെ കുറിച്ച് എഴുതാനായിരിക്കും വരിക. അപ്പോൾ ഇഷ്ടമുള്ളതേ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം എഴുതും, വീടിൻ്റെ മുറ്റത്തൊരു തെങ്ങുണ്ട്, അച്ഛൻ പശുവിനെ തെങ്ങിൽ കെട്ടും, പിന്നെ പശുവിനെ പറ്റി എഴുതും. മാർക്ക് തരാതിരിക്കാൻ അധ്യാപകന് പറ്റുകയില്ലാത്തത് കൊണ്ട് രക്ഷപ്പെടും എന്നതുപോലെ പറയാൻ ഒരു വിഷയമേ ഉള്ളൂ. എന്തു പറഞ്ഞാലും അതിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അത് പറയുക എന്നുള്ളതാണ് സന്യാസത്തിന്റെ ധർമ്മം. സ്വന്തം ധർമ്മം വിട്ട് വിഷയങ്ങളിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. അത് സന്യാസം കാലാനുസൃതമായി മാറിയതുകൊണ്ടാണ്. ആദ്യകാലത്ത് സന്യാസത്തെ നയിച്ചിരുന്നത്, നിയന്ത്രിച്ചിരുന്നത് ഗുരുക്കന്മാരുടെ അനുഭവങ്ങളായിരുന്നു. പിന്നീടത് ഭരണാധികാരികളുടെ അനുഭവങ്ങളായി മാറി. പിന്നീട് ഗോത്രവർഗങ്ങളുടെ ഇച്ഛകളായി മാറി. ജനാധിപത്യത്തിലേക്ക് ലോകരാജ്യങ്ങൾ വികസിച്ചപ്പോൾ സന്യാസത്തെ നയിക്കുന്ന നിയമസംഹിതകളും സന്യാസത്തിന്റെ ജീവിത രീതികളും വ്യവസായികളുടെ നിയന്ത്രണത്തിലായി. ഗുരുക്കന്മാരുടെ പാരമ്പര്യത്തിൽ തന്നെയാണ് സന്യാസം എങ്കിലും ലോകമെമ്പാടും ഇന്ന് സന്യാസത്തെ മാർഗദർശനം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും രൂപരേഖ തയ്യാറാക്കുന്നതും മാനേജ്മെന്റ് ഗുരുക്കന്മാരെന്നറിയപ്പെടുന്ന വ്യവസായികളായി മാറി. ചിലയിടത്തെങ്കിലും സന്യാസത്തിന്റെ പഠിപ്പ് പോരാ എന്നുള്ളതിൻ്റെ പേരിൽ ഇത്തരം ഗുരുക്കന്മാരുടെ ട്രെയിനിങ് ക്ലാസുകൾ ഇന്ന് വിപുലമായി നടക്കുന്നുണ്ട്. അത്തരമൊരവസ്ഥയിലാണ് ഇന്നിത് പോകുന്നത്. അതുകൊണ്ട് തന്നെ സന്യാസത്തെക്കുറിച്ച് അനേക സങ്കല്പങ്ങൾ ഇന്ന് ജനങ്ങളുടെ മുമ്പിലുണ്ട്. മുമ്പ് സന്യാസത്തെ നിർണയിച്ചിരുന്നത് സന്യാസിയാണ്. ഇന്ന് സന്യാസത്തെ നിർണയിക്കുന്നത് ആഗ്രഹങ്ങൾ അങ്ങേയറ്റമുള്ള 3 ഏഷണകളുള്ള വിത്തേഷണ, ദാരേഷണ, അല്ലെങ്കിൽ അതിന് പുത്രേഷണ എന്നും പറയും, ലോകേഷണ, ധനത്തിലുള്ള ആഗ്രഹം, മണി ഓർ കൈൻ, അതാണ് വിത്തേഷണ. ദാരേഷണ, ഭാര്യയിൽ, സ്ത്രീയിലുള്ള ആഗ്രഹം. തിരിച്ച് സ്ത്രീ ആണെങ്കിൽ പുരുഷനിലുള്ള ആഗ്രഹം എന്ന് എഴുതിക്കണം. ഈ പദങ്ങളിലൊന്നും സ്ത്രീ, പുരുഷൻ മുതലായ ശബ്ദങ്ങൾ ലിംഗ വിവേചനത്തിന്റെ ശബ്ദങ്ങളല്ല. ആ രീതിയിലെടുത്ത് പഠിക്കരുത്. അങ്ങനെ പഠിപ്പിച്ചാണ് വഴക്കുകളും വക്കാണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അത് അറിവുള്ളവർക്കേ അറിയുള്ളൂ. അറിവില്ലാത്തവർ അത് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗുരുക്കന്മാർ കണ്ടെത്തിയ സത്യങ്ങളെ അവരുടെ ഇഷ്ടത്തിൽ വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ദാരേഷണ അല്ലെങ്കിൽ പുത്രേഷണ എന്നെഴുതിക്കൊള്ളുക. 3ാമത്തതാണ് ലോകേഷണ, എനിക്ക് പ്രശസ്തനാകണം. ഇത് മൗലികമായി ലൗകികരിലുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സന്യാസിയെ നിയന്ത്രിക്കുവാൻ ഇന്ന് ലോകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരം ആഗ്രഹങ്ങൾ
വർദ്ധിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇച്ഛയിലേക്ക് സന്യാസത്തെ കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത ലൗകിക മോഹങ്ങൾ. അതുകൊണ്ട് തന്നെ സന്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവിർഭാവ ബിന്ദുക്കളെ അല്പമൊന്നറിയുന്നത് സുഖകരമാണ്. ഭാരതീയ ചിന്തയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ സന്യാസം 3 തരത്തിലുണ്ടെന്ന് കാണാം. 1 വൈദികം, 2 ആർഷം, 3 ലൗകികം. സന്യാസിമാരെയും ഇങ്ങനെ 3ആയി തിരിക്കാം. വൈദിക സന്യാസം ഒരു ആശ്രമമാണ്. സന്യാസം, ഗാർഹസ്ഥ്യം, സന്യാസം, വാനപ്രസ്ഥം, ഗാർഹസ്ഥ്യം, ബ്രഹ്മചര്യം, ഇങ്ങനെ 4 ആശ്രമങ്ങൾ വൈദിക സങ്കല്പങ്ങളിലുണ്ട്. മനുഷ്യജീവിതം ക്രമമായും സമഗ്രമായും അനുഭവങ്ങളുള്ളതാകണമെങ്കിൽ ആശ്രമരതനായിരിക്കണം. ഇല്ലെങ്കിൽ പക്വതയുണ്ടാകാൻ സാധ്യതയില്ല, അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. വിദ്യാഭ്യാസകാലം കൃത്യമായ ബ്രഹ്മചര്യത്തിൻ്റെ കാലമായിരിക്കണം. എങ്കിലേ കോശങ്ങളിൽ വരെ അറിവ് ചെല്ലുകയുള്ളൂ. കോശങ്ങളുടെ സമൂഹത്തിനാണ് ടിഷ്യൂ അല്ലെങ്കിൽ ധാതു എന്ന് പറയുന്നത്. ഒരുവന്റെ ധാതുവിലേക്ക് കടന്നു ചെല്ലാത്ത അറിവൊന്നും അവന് പ്രയോജനപ്പെടുകയില്ല. അവൻ അന്യരുമായി സംവദിക്കുമ്പോൾ ഹൃദയപൂർവമാവില്ല. കാരണം മനുഷ്യന്റെ ഓരോ കോശവും, മനുഷ്യന്റെ എന്നല്ല ജീവികളുടെ ഓരോ കോശവും പൂർണ്ണവും അതേപോലെ തന്നെ മരണമില്ലാതാകുവാൻ ശ്രമിക്കുന്നതുമാണ്. കാരണം ഓരോ കോശവും ശ്രമിക്കുന്നത് ഇമ്മോർട്ടലാകാനാണ്, മരിക്കാതിരിക്കാനാണ്. അതിന് അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്, മരണത്തെ അതിജീവിക്കാൻ. അതുകൊണ്ട് അറിവ് അതുപോലെ പക്വമായി കയറണമെങ്കിൽ വിഷയലോകങ്ങൾ കലർന്ന് കയറാതിരിക്കണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാല്യകാലം പൂർണ്ണമായ ബ്രഹ്മചര്യത്തിൻ്റെ കാലമായി കണക്കാക്കി അതിനെ ബ്രഹ്മചര്യ ആശ്രമം എന്ന് വിധിച്ചത്. അപ്പോൾ എന്തെല്ലാം അറിവ് കോശങ്ങളിൽ കിടക്കുന്നുവോ, മസ്തുളങ്കത്തിലേക്ക് കയറുന്നുവോ, അത് സ്വഭാവമായും വികാരമായും വിജ്ഞാനമായും രൂപാന്തരപ്പെടും. വിജ്ഞാനമായി രൂപാന്തരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു നൽകും. വികാരമായാൽ താൻ ഇടപെടുന്നിടത്തെല്ലാം വിജ്ഞാനത്തെ മറികടന്ന് വികാരമായി അത് സമ്മേളിക്കും. ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ബ്രഹ്മചര്യത്തിന് വലിയൊരു പ്രാധാന്യം അവർ നൽകിയിരുന്നു. വൈദിക കാല ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്.
അതിനെയാണ് ലോകത്തെമ്പാടും സന്യാസം മാതൃകയായി സ്വീകരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള സന്യാസത്തിന് ഈ മാതൃകയുണ്ട്, ബ്രഹ്മചര്യം. അത് അനുസ്യൂതമായി തുടരുന്ന സമ്പ്രദായങ്ങളുണ്ട്, അനുസ്യൂതമായി തുടരാത്ത സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ ബാല്യം ബ്രഹ്മചര്യത്തിനാണ്. കാളിദാസൻ ഇത് സ്മരിക്കുന്നുണ്ട് രഘുവംശ ചക്രവർത്തിമാരുടെ കാര്യത്തിൽ. ശൈശവേ അഭ്യസ്ത വിദ്യാനാം യൗവനേ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേനാന്തേ തനു ത്യജാം. ബാല്യത്തിലെ വിദ്യകൾ അഭ്യസിച്ചും താരുണ്യമായാൽ വിഷയെ സുഖിച്ചും വാർദ്ധക്യകാലം മുനിയായി കഴിച്ചും ദേഹത്തെ യോഗാൽ ഒടുവിൽ ത്യജിക്കും. രഘുവംശ ചക്രവർത്തിമാരും അങ്ങനെയായിരുന്നു. അപ്പോൾ ബ്രഹ്മചര്യാശ്രമം ആ കാലത്ത് ഉന്നതരായ ഗുരുക്കന്മാരുടെ അടുക്കൽ, പഴയ കാലത്താണെങ്കിൽ നളന്ദ, തക്ഷില പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച് പഠനം കഴിയുമ്പോൾ കോൺവൊക്കേഷനിൽ കുലപതി ഉപദേശം കൊടുക്കുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചതിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കണം, ഞങ്ങളെ അനുകരിക്കണമെന്ന് പോലുമല്ല പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ തെറ്റുകളൊന്നും നിങ്ങൾ അനുവർത്തിക്കരുത്, അത് ഞങ്ങളുടെ വാസനകളുടേതാണ്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം, അശ്രദ്ധയായി ഒന്നും ദാനം ചെയ്യരുത്. മാതാവ്, പിതാവ്, ആചാര്യൻ, അതിഥി ഇവരെയൊക്കെ ഈശ്വരതുല്യം കണക്കാക്കണം. ഇങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ചേർന്ന ഉത്തമ സന്താനങ്ങളെ ജനിപ്പിച്ച് ജീവിക്കണം. അന്നൊക്കെ തൻ്റെ വംശം നിലനിർത്തുന്നതിന് ജനിപ്പിക്കുന്നവനെയാണ് ധർമ്മജൻ എന്ന് പറയുന്നത്. വികാരപൂരണത്തിനായിരിക്കരുത് വിവാഹ ജീവിതം. പഠിത്തം കഴിഞ്ഞ് ഉപദേശിച്ചു വിടുന്നതുകൊണ്ട് പുത്രന്മാരധികം ഉണ്ടാവില്ല. ഒന്നാമതുണ്ടാകുന്നവനെയാണ് ധർമ്മജൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഉണ്ടാകുന്നതെല്ലാം കാമജന്മാരാണ് എന്ന് പഠിപ്പിച്ചു തന്നെയാണ് വിടുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് റെമഡികളോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നില്ല. ചെവിയുടെ താഴെ നര വരുമ്പോൾ ഇനി തനിക്ക് ലൗകിക ആഗ്രഹങ്ങളില്ല. അതൊക്കെ തൻ്റെ തന്നെ കോശത്തിൽ നിന്നുണ്ടായ പുത്രപൗത്രന്മാർക്കായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. തൻ്റെ സാന്നിധ്യം അവരുടെ ഏകാഗ്രതയെയും മറ്റുള്ളതിനെയും ബാധിക്കും. അതുകൊണ്ട് വീടിനോട് ചേർന്ന് ഒരു കുടില് കെട്ടി അവർ തരുന്ന ഭിക്ഷ കഴിച്ച് കുടീചക വൃത്തിയിൽ ജീവിക്കുകയോ, അല്ല പുറത്തിറങ്ങി നടന്ന് ഭിക്ഷ എടുത്ത് ജീവിക്കുകയോ, അതുമല്ല ഒരിക്കലും താൻ എവിടെയാണെന്ന് അവരറിഞ്ഞ് ദുഃഖിക്കരുത് എന്നോർത്ത് വനത്തിലേക്ക് പോവുകയോ ആണ് ചെയ്തിരുന്നത്. ഇതൊക്കെ പഠിച്ചത് പ്രകൃതിയിൽ നിന്ന് തന്നെയാണെന്നാണ് അന്നുള്ളവരിൽ ചിലർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്തിന്ന് കാണുന്ന എല്ലാ അറിവും മനുഷ്യനോളം പുരോഗമിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ജീവജാലങ്ങളിൽ നിന്ന് പഠിച്ചുവെന്നാണ് അവർ പറയുന്നത്. പ്രസിദ്ധങ്ങളായ ആയുർവേദ തത്വസംഹിതകൾ ഉണ്ടാകുമ്പോൾ അതിലെ ഔഷധങ്ങൾ കണ്ടെത്തിയതെല്ലാം പല ജീവികളും അത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണെന്നാണ്. ചരകത്തിലൊക്കെ അതിൻ്റെ റെഫറൻസ് ഉണ്ട് വളരെ കൂടുതൽ.
എട്ടുകാലി വല കെട്ടുമ്പോൾ വളരെ വേഗത്തിൽ പറന്നു വരുന്ന ഒരു പറവ വലയെ മുറിച്ചു പോകാതിരിക്കാനാണ് അതിൻ്റെ കാലുകൾ സ്പ്രിങ്ങുകളായി കെട്ടുന്നത് എന്ന് കണ്ടിട്ടാണ് ആ അന്നത്തെ എഞ്ചിനീയറിംഗ് സിദ്ധാന്തങ്ങൾ ഉണ്ടായത് എന്നാണ് അവർ വാദിക്കുന്നത്. സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ഒക്കെ. അതുപോലെ സന്യാസത്തിനും പ്രകൃതിയോടൊരു ബന്ധമുണ്ടെന്ന് പറയും. കാക്ക പ്രായം ചെന്ന് ചാകുന്നത് നാം ആരും ഇതുവരെ കണ്ടിട്ടില്ല. ആനയുടെ കാര്യത്തിലും വ്യത്യസ്തമല്ല. കാരണം ഒരു ചെറിയ പരുക്കൊരു കാക്കയ്ക്ക് പറ്റിയാൽ കാക്കകൾ തമ്മിലുള്ള ബന്ധം വളരെ ഈടുവയ്പുള്ളതാണ്. വല്ലാതെ വേദനയോടുകൂടി ബാക്കി കാക്കകൾ കരഞ്ഞെല്ലാത്തിനെയും വിളിച്ചുകൂട്ടും. ആ വേദന കോശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് മരണത്തിൻ്റെ ഒരു അറിവ് കോശങ്ങൾക്കുണ്ടാകുന്നത്. ആ അറിവ് അവൻ്റെ കർമ്മപഥങ്ങളെ ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് മരണമില്ലാത്ത ഒരു സങ്കല്പം കൊടുക്കുവാൻ ബുദ്ധിമാനായ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. അപ്പോഴാണ് അവൻ മരണത്തെ അതിജീവിക്കുന്നതും. അതുകൊണ്ട് കാക്കകൾ പൊതുവെ പ്രായമെത്തുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഏകാന്തമായ ഒരു സ്ഥലത്ത് ചെന്ന് മാത്രമേ അവ ശാന്തമായിരുന്ന് മരിക്കുള്ളൂ എന്നാണ് പക്ഷി നിരീക്ഷകരിൽ പ്രാചീനർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ ബന്ധങ്ങളിൽ നിന്നും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേർപെട്ടു പോകുമ്പോൾ താൻ എവിടെയോ ഉണ്ടെന്നും എന്നെങ്കിലും തിരിച്ചു വരുമെന്നുമുള്ള പ്രതീക്ഷയിലിരിക്കുകയാൽ മരണമെന്നൊന്ന് അറിയുന്നേയില്ല. അങ്ങനെ പ്രായമെത്തുമ്പോൾ, നല്ല ആരോഗ്യമുള്ളപ്പോൾ വാനപ്രസ്ഥത്തിലേക്ക് വന സംഭക്തവും വനനീയം സംഭജനീയം, തൻ്റെ മനസ്സിൻ്റെ ഉള്ളറയിലേക്ക്. ഇതുവരെ സഞ്ചരിച്ചത് തുറന്ന വാതിലുകളുള്ള വിപുലങ്ങളായ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലൂടെയാണ്. നഗരങ്ങളിലെ വാതിലുകളെല്ലാം കോട്ടവാതിലുകൾ പോലെ വലുതാണ്. അതിലെല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്. ആ സൗഭാഗ്യങ്ങളിലൂടെയാണ് ഇതുവരെ സഞ്ചരിച്ചത്. ഇടുങ്ങിയ വാതിലിലൂടെ സഞ്ചരിക്കുവാൻ ആരും ആഗ്രഹിക്കാറില്ല. അതിലാണ് സൗഭാഗ്യങ്ങളിരിക്കുന്നതെന്ന് ഒരാളും മനസ്സിലാക്കാറുമില്ല. ആ വാതിലിലൂടെ സഞ്ചരിച്ച് തൻ്റെ ഉള്ളിൽ കടന്ന് ഏകാന്തമായി തന്നെ അന്വേഷിക്കുക. ഇത് വാനപ്രസ്ഥത്തിൻ്റെ ലോകമായിരുന്നു. അതിൽ എപ്പോഴാണോ മനസ്സ് ശാന്തമാകുന്നത്, മനസ്സ് ശാന്തമാകുന്നത് വൃത്തികളെല്ലാം അസ്തമിക്കുമ്പോഴാണ്. മനസ്സിനെ അശാന്തമാക്കുന്നതെല്ലാം വൃത്തികളാണ്.
വർത്തിക്കുന്നത് കൊണ്ടാണ് വൃത്തി എന്ന് പറയുന്നത്. ചുറ്റുപാടുകളല്ല മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്, തൻ്റെ ഉള്ളിലുള്ള വൃത്തികളാണ്. പ്രമാണം, വിപര്യം, വികൽപ്പം, നിദ്ര, സ്മൃതി, ഇവയാണ് വൃത്തികൾ. ഇവ ക്ലേശബഹുലങ്ങളും അക്ലിഷ്ടങ്ങളുമായി വരുമ്പോൾ 10 തരത്തിൽ വരും. ഈ വൃത്തികളാണ് മനുഷ്യനെ അസ്വസ്ഥമാക്കുന്നത്. ഈ വൃത്തികൾ ശാന്തമാകാനായിരിക്കണം ബ്രഹ്മചര്യം കഴിഞ്ഞുള്ള ഗാർഹസ്ഥ്യ ജീവിതം ഉപയോഗിക്കേണ്ടത്, ഉത്തമമായി ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വൃത്തികൾ ശാന്തമാകുന്ന, മനസ്സ് ശാന്തമാകുന്നവൻ ഈശ്വരനെ ദർശിക്കും, അന്നും ഇന്നും എന്നും. എപ്പോഴൊരുവന് ഈശ്വരനെ കാണണം എന്ന് തോന്നുന്നുവോ അപ്പോൾ ശാന്തി ഉണ്ടായിരിക്കണം. മനസ്സ് ശാന്തമായവൻ മാത്രമേ ഈശ്വരനെ ദർശിക്കൂ. വിഷയങ്ങളെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സർവവ്യാപകമായ ഈശ്വരഭാവത്തെ ദർശിക്കാൻ കഴിയാത്തത്. അപ്പോൾ വൃത്തികളടങ്ങണം. വൃത്തികളടങ്ങി നമുക്കതിലേക്ക് പിന്നീടൊന്ന് തിരിച്ചു വരാം, കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട്. മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ എത്തുന്ന ഒരു സ്ഥിതിയെയാണ് വൈദികർ സന്യാസം എന്ന് പറഞ്ഞത്. അവിടെ ഒരു കർമ്മവുമില്ല. അപ്പോൾ വൈദിക സന്യാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ലൗകിക മരണമാണ്. അതുകൊണ്ട് വൈദിക രീത്യ ജനനത്തില് പൂർവകർമാർജിതമായി വന്നിരിക്കുന്ന ഭാഗധേയങ്ങളുടെ മരണം ആദ്യമുണ്ട്. അത് ബ്രഹ്മചര്യ ദീക്ഷ പിതാവ് കൊടുക്കുമ്പോഴാണ്. പിതാവാണ് അവനെ ബ്രഹ്മചര്യത്തിലേക്ക് നയിക്കുന്നത്. അവിടുത്തെ മന്ത്രം തന്നെ ഭാരതീയ രീത്യ മൃത്യുരാചാര്യസ്തവ എന്നാണ്. മൃത്യുവാണ് നിന്റെ ആചാര്യൻ. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ ഇവരെ കാണുകയാണെങ്കിൽ അവർക്കൊരു യജ്ഞോപവീതമുണ്ടാവും. അത് ഉപനയന സമയത്ത് കൊടുക്കുകയാണ്. ഉപനയനം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അടുത്തിരുത്തുകയാണ്. മൃത്യുവിൻ്റെ അടുത്തിരുത്തുക എന്നും അർത്ഥമുണ്ട്. 3 പകലുകളും 3 രാത്രികളും ഭക്ഷണവും ഉറക്കവുമില്ലാതെ കഴിഞ്ഞ് മൃത്യുവിൻ്റെ മുഖത്തേക്കെത്തി മൃത്യുവിൽ നിന്ന് സത്യം ഗ്രഹിച്ച് മരണത്തിന് ആയിട്ട് ജനിച്ചിരിക്കുന്ന താൻ എന്തിന് ആഗ്രഹങ്ങളെ പുലർത്തണം എന്നറിഞ്ഞ് ബ്രഹ്മചര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു മരണമാണ്. തനിക്ക് നിയതങ്ങളായ കർത്തവ്യ കർമ്മങ്ങളെ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് മുമ്പ് പറഞ്ഞ വൃത്തികളാണ് നമുക്ക് ഉറപ്പ് തരുന്നത്. ഞാൻ കണ്ടു ഒരു കാര്യം, കണ്ടതുകൊണ്ട് സത്യമാണ്. ഞാൻ ചെവി കൊണ്ട് കേട്ടു, അതുകൊണ്ട് സത്യമാണ്. ഈ സത്യങ്ങളാണ് നമ്മെ വട്ടം കറക്കുന്നത്.
കണ്ടതും കേട്ടതും ഒക്കെ പ്രത്യക്ഷ പ്രമാണങ്ങളാണ്. ഇന്ദ്രിയങ്ങളുടെ ലോകങ്ങൾക്ക് പ്രത്യക്ഷമായതാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെല്ലാം. അവയൊന്നും പെട്ടെന്ന് കളയാനാവില്ല. ഏത് കാര്യങ്ങളിൽ പെട്ടാലും പെട്ടെന്ന് അത് പോവില്ല. അത് പോകുന്നത് മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ തുടങ്ങിയ ഭാവങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ബൗദ്ധിക ജീവിതത്തിനപ്പുറം പാമ്പാടി തിരുമേനിയെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമില്ലെന്നോ മറ്റും. അതുകൊണ്ട് എളുപ്പമായത് ഇതിനാലാണ്. ഒരു വണ്ടി വഴിക്ക് അപകടത്തിൽപ്പെടുകയോ ഒരു കുട്ടി വീഴാൻ തുടങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ, ഒരാൾ കുളത്തിൽ വീണ് കിടക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ളവൻ ഒരുപാട് കാര്യം ആലോചിക്കും. ഇയാളെ രക്ഷപ്പെടുത്തുമ്പോൾ മരിച്ചു പോയാൽ കേസ് എനിക്കെതിരാവുമോ? ഇയാളെ സഹായിച്ചാൽ നാളെ നാട്ടുകാരോടി വന്ന് എന്നെ തല്ലുവോ? ഇതൊക്കെ ആലോചിക്കുന്നതിനിടെ അവൻ മരിച്ചു പോവുകയും ചെയ്യും. കാരണം വിദ്യാഭ്യാസം ചുറ്റുപാടുകളെ മുഴുവൻ പഠിച്ച് കഴിഞ്ഞേ ചെയ്യൂ. പ്ലേഗ് ബാധിച്ച ഒരു സ്ഥലത്തേക്ക് ഞാനൂടെ ചെന്ന് പ്ലേഗ് ഉള്ളവനാകണം. ഞാനത് ഗവൺമെന്റിനെ അറിയിക്കുകയല്ലേ വേണ്ട. ഫോൺ ചെയ്ത് അറിയിക്കുകയോ മറ്റു തരത്തിൽ അറിയിക്കുകയോ കുറേ പേരെ കൊണ്ട് ഒപ്പിടിച്ച് അറിയിക്കുകയോ ഒക്കെ ചെയ്യുക. ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ നാട് നീളം പ്രസംഗിച്ച് നടക്കുക ഗവൺമെന്റിനെതിരായി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന